കൊണ്ട് നശിപ്പിച്ചല്ലോ എന്തുമാത്രം നമ്മളിങ്ങനെ പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ എന്തെങ്കിലും വർക്കാവണം. ചാനൽ ഞാൻ സ്വാതി. ഇന്ന് ഞാൻ ഇതുമായിട്ടോ വന്നിരിക്കുന്നത്. ആർട്സ് ഗുഡ്നെസ്സിൻ്റെ റോസ്മേരി വാട്ടർ. ഇത് ഉപയോഗിച്ച് കഴിഞ്ഞവരും ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. എങ്ങനെയുണ്ട്, ഉപയോഗിച്ച് കഴിഞ്ഞവർക്ക് ഇതെങ്ങനെയുണ്ട്, നിർത്തിയിട്ട് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്നൊക്കെ ഒന്ന് അറിയാനാണേ. ഞാനിത് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് 1 month ആയി. ഇതെനിക്ക് വർക്കായോ ചോദിച്ചാൽ വർക്കായി എന്ന് എനിക്ക് പറയാം. കാരണം ഹെയർ ഫോൾ എനിക്ക് നന്നായിട്ട് കുറഞ്ഞു. പിന്നെ കുറച്ച് ബേബി ഹെയർസൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഇതാണ് എനിക്ക് 1 മന്തിന് മുന്നേ എനിക്ക് വന്ന മാറ്റമാണ് കേട്ടോ ഇത്. പിന്നെ ഇത് ഉപയോഗിക്കാനുണ്ടായ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ മുടി കൊഴിച്ചിൽ എക്സ്ട്രീം ലെവലായിരുന്നു. എന്താണെന്ന് വെച്ചാൽ എവിടെ തൊട്ടാലും മുടിയായിരുന്നു. ഇങ്ങനെ വെറുതെ ഒന്ന് പിടിച്ചാൽ കൂടി മുടി ഇങ്ങനെ വരായിരുന്നു. ബെഡിൽ, അതുപോലെ നിലത്ത്, ബാത്റൂമിൽ, എല്ലായിടത്തും മുടി. ഫുള്ള് മുടി പറയാൻ എനിക്കറിയത്തില്ല. ഫുള്ള് മുടി. ചീപ്പിലൊക്കെ ആണെങ്കിലും നിറച്ചു മുടിയായിരിക്കും കിട്ടുന്നത്. ഇത് കാണുമ്പോൾ നമുക്ക് സങ്കടമാവും. ഈ വിഷമം കാരണം പിന്നെയും പോകും മുടി. അപ്പം ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാലും വിഷമിക്കാണ്ടിരിക്കുക. എന്തെങ്കിലും നമുക്ക് എന്തെങ്കിലും വർക്കാവാണ്ടിരിക്കത്തില്ല. എന്തെങ്കിലും നമ്മളിങ്ങനെ പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. എന്തെങ്കിലും വർക്കാവണം എന്ന് പറഞ്ഞാൽ നമ്മൾ പരീക്ഷിക്കാത്തതായിട്ടൊന്നും ഉണ്ടാവില്ല. അങ്ങനെ ഒരു പരീക്ഷണാർത്ഥം ഞാൻ വാങ്ങിച്ചതാണ് ഈ റോസ്മേരി വാട്ടർ. എല്ലാവരും പറയുന്നത് ഉണ്ടായിരുന്നു നിറച്ചും ബേബി ഹെയർസ് വരെ നല്ലതാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാനും ഇത് വാങ്ങിയത്. എനിക്ക് വർക്കാവുമെന്ന് ഞാൻ വിചാരിച്ചില്ല. നമുക്കറിയില്ലല്ലോ, ഓരോരുത്തർക്കും ഓരോന്നായിട്ടല്ലേ നമുക്ക് വർക്കാവുള്ളൂ. അപ്പോൾ അങ്ങനെ വാങ്ങിച്ചതാണ്. പിന്നെ പോവാനുള്ള മുടി എങ്ങനെയാണെങ്കിലും പോയി. ഇപ്പം ഞാൻ എൻ്റെ മുടിയിൽ ഒരു കെമിക്കൽ ട്രീറ്റ്മെൻറ്റും ചെയ്തിട്ടില്ല. ഷാമ്പൂവും കണ്ടീഷണറും ഒഴികെ വേറൊന്നും ഞാൻ ഉപയോഗിക്കാറില്ല. അപ്പോൾ ഈ കെമിക്കൽ ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ട് മുടി പോകും എന്ന് പറഞ്ഞാൽ, പക്ഷെ അല്ലാണ്ടും മുടി പോകുന്നുണ്ട്. ഒന്നും ചെയ്തില്ലെങ്കിൽ കൂടിയും മുടി പോവാനുള്ളത് പോകും. പിന്നെ നമ്മൾക്ക് നോർമലി ആൾക്കാരുടെ ചോദ്യം ഉണ്ടാവുമല്ലോ, മുടി കൊണ്ട് നശിപ്പിച്ചല്ലോ, എന്തുമാത്രം മുടി ഉണ്ടായിരുന്ന. നമ്മൾ അറിഞ്ഞുകൊണ്ട് നമ്മളാരും മുടി കൊണ്ട് നശിപ്പിക്കത്തില്ലല്ലോ. അറിയില്ല എങ്ങനെയാണ് ഇത് പോകുന്നത്, എങ്ങനെ എന്തെങ്കിലും നമുക്ക് ലൈഫ് സ്റ്റൈലിൽ വരുന്ന മാറ്റം കൊണ്ടായിരിക്കും. എന്തോ കാരണം, എനിക്ക് തൈറോയ്ഡ് കൊണ്ടാവും, അല്ലെങ്കിൽ വൈറ്റമിൻ ഡി കുറയുന്നത് കൊണ്ടാവും. എന്ത് കാരണം കൊണ്ടാണെന്ന് നമുക്കറിയില്ല. ഇതൊക്കെ ചെക്ക് ചെയ്താൽ ഇതൊരു പോയി കഴിഞ്ഞിട്ട് ആയിരിക്കും നമുക്ക് ഇതൊക്കെ ചെക്ക് ചെയ്യാൻ പറഞ്ഞു തരുന്നത്. അത് കഴിഞ്ഞിട്ടായിരിക്കും പിന്നെ ഇത് വളർന്ന് മരുന്നൊക്കെ കഴിച്ച്, എനിക്ക് തോന്നുന്നു വൈറ്റമിൻ ഡി കഴിച്ചിട്ടുണ്ടെങ്കിലും അത് നിർത്തി കഴിഞ്ഞ് പിന്നെ മുടി പിന്നെ വരാത്തൊരവസ്ഥയാണ് ഇപ്പോൾ. ഞാനും ഇത് വൈറ്റമിൻ ഡി കഴിച്ചിട്ടുണ്ട്, പക്ഷെ അത് നിർത്തി കഴിഞ്ഞ് ആ ഒരു ടൈം വരെ മുടി വളരുന്ന പോലെ തോന്നുന്നുണ്ടായിരുന്നു. നിർത്തി കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞപ്പം പണ്ടേപ്പടിയായി പിന്നെ. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത് മുടി പൊഴിയുന്നതും വരുന്നതെന്നൊന്നും അറിയാൻ മേല നമുക്ക്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കുക, കുറച്ച് എന്താ പറയുക, നന്നായിട്ട് ശ്രദ്ധിക്കുക. മുടി ഫുള്ളൊന്ന് പിന്നിയിട്ടിട്ട് കിടക്കാൻ നോക്കുക. അങ്ങനെയൊക്കെ ഒരു പരിധിവരെ മുടി പൊട്ടിപ്പോവാണ്ട് വരുന്ന മുടിയെങ്കിലും സൂക്ഷിക്കാൻ നോക്കാം. ഇത് മാത്രമേ ഉള്ളൂ പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ അങ്ങനെ ലാസ്റ്റുള്ളൊരു പരീക്ഷണമായിരുന്നു എൻ്റെ ഇത്. അപ്പോൾ ഇത് ഞാൻ റീഫില്ല് ബോട്ടിൽ വാങ്ങിയതാട്ടോ, രണ്ടാമതെ. ആദ്യത്തത് ഉപയോഗിച്ചിട്ട് എനിക്ക് നന്നായിട്ട് മാറ്റം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ബേബി ഹെയർസൊക്കെ ഇവിടെയൊക്കെ എനിക്ക് മുടിയേ ഇല്ലായിരുന്നു. മുഴുവൻ നെറ്റ് കയറി ഫുള്ളും ഇങ്ങനെ വല്ലാത്ത അവസ്ഥയിലായിരുന്നു ഇരുന്നിരുന്നത്. അപ്പോൾ നമുക്ക് എവിടെയെങ്കിലും പുറത്തൊക്കെ പോവുകയാണെങ്കിലും മുടി ഇങ്ങനെ നിൽക്കുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടല്ലേ. ഇവിടെ മുഴുവനും വരുന്നുണ്ട് മുടി. 1 month എനിക്കിങ്ങനെ ഇവിടെ മാത്രമല്ല ഇവിടെയൊക്കെ വരുന്നുണ്ട്. പിന്നെ എനിക്ക് ഒരു പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുടി ഇത് ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് ഭയങ്കരമായിട്ടും റഫായി, ഭയങ്കരമായിട്ടും ഇങ്ങനെ തൊടുമ്പോഴൊക്കെ ചകിരിയിലൊക്കെ പിടിക്കുന്ന പോലെ തോന്നുന്നു. അത് അങ്ങനെ ആർക്കെങ്കിലും ഉണ്ടോ എന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. മുടിയിൽ നന്നായിട്ട് ഇങ്ങനെ പിടിക്കുമ്പോഴത്തേക്കും ചകിരിയിൽ പിടിക്കുന്നത് പോലെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയായിരുന്നു. ഇപ്പോഴും എൻ്റെ മുടി അങ്ങനെ തന്നെ ഇരിക്കുന്നത്. അങ്ങനെ ഒന്നും നമുക്ക് ഒന്നുകൂടെ കട്ടിയുള്ളതുപോലെ തോന്നും. അപ്പോൾ അതാ എനിക്കൊരു ഫീൽ ചെയ്ത് ചീത്തയായിട്ട് എനിക്ക് അങ്ങനെ അതാ തോന്നിയത്. പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞ് നമ്മൾ ഇത് ഇവിടെ മുഴുവൻ സ്പ്രേ ചെയ്ത്, ഞാൻ രാത്രിയിലാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. സ്പ്രേ ചെയ്തിട്ട് ഉടനെ കിടക്കാണ്ടിരിക്കുക. ഇത് ഉണങ്ങി കഴിഞ്ഞിട്ട് കുറച്ചും ഡ്രൈ ആയി കഴിഞ്ഞിട്ട് പിന്നെ ഇട്ടിട്ട് കിടക്കുക.
അല്ലെങ്കിൽ മുടി മുഴുവൻ പൊട്ടി പോവാൻ ചാൻസ് ഉണ്ടാവും. ഇതൊക്കെയാണ് ഞാൻ ചെയ്തിരുന്നത്. അപ്പോൾ വേറെ ആരെങ്കിലും ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.